Previous year questions from the chapter metallurgy. Okay, അപ്പോൾ നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യനിൽ നിന്ന് തുടങ്ങാം. അനലൈസ് ദ ടേബിൾ ഗിവൺ ബിലോ. മെറ്റൽ കോപ്പർ, അതിൻ്റെ ഓറെന്ന് പറയുന്നത് കോപ്പർ പൈറേറ്റ്, കോപ്പർ ഗ്ലാൻസ്, കുപ്രൈറ്റ്. സിങ്ക് ബ്ലെൻഡ്, കലാമിൻ, സിങ്കേറ്റ്. അലൂമിനിയം ബോക്സൈറ്റ്, ഡൈസ്പോർ. Then iron, hematite, magnetite and iron pyrites. Which of the ores mentioned in the above table can be concentrated by magnetic separation method? Justify your answer. Okay. ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും അയൺ പൈറൈറ്റ്സും ആണ്. ദീസ് ഓർസ് ആർ അട്രാക്റ്റഡ് ബൈ മാഗ്നറ്റ്. അപ്പോൾ എഴുതി വയ്ക്കണം. ഹേമറ്റൈറ്റ്, magnetite and iron pyrites. Identify the ore that can be concentrated by leaching. In leaching, the powdered ore is treated. B. Identify the ore. Bauxite. What do you mean by leaching? In leaching, the powdered ore is treated with a suitable solvent in which ore particles alone dissolves. The impurity left undissolved are removed by filtration and the ore is recovered by precipitation. ലീച്ചിങ് എന്ന് പറയുന്നത് ഈ പൗഡേർഡ് ഓറ് സ്യൂട്ടബിൾ സോൾവെൻറ്റിൽ ട്രീറ്റ് ചെയ്യും. അതിൽ പാർട്ടിക്കിൾസ് മാത്രം ഡിസോൾവ് ചെയ്യും. ഇമ്പ്യൂരിറ്റീസ്, അതായത് 3 പാർട്ടായിട്ട് പഠിക്കാം. ഒന്ന്, പൗഡേർഡ് ഓറ് സ്യൂട്ടബിളായിട്ടുള്ള ഒരു സോൾവെൻറ്റിൽ ട്രീറ്റ് ചെയ്ത് അതിൽ പാർട്ടിക്കിൾസ് മാത്രം ഡിസോൾവ് ആവും. ഇമ്പ്യൂരിറ്റീസ് ഡിസോൾവ് ആവില്ല. അതിനെ ഫിൽട്രേഷൻ വഴി റിമൂവ് ചെയ്യും. ഓറിനെ റിക്കവർ ചെയ്യും ത്രൂ പേഴ്സിപ്പിറ്റേഷൻ. സോ ലീച്ചിങ് എന്ന് പറയുന്നത് പൗഡേർഡ് ആയിട്ടുള്ള ഓറിനെ സ്യൂട്ടബിൾ സോൾവെൻറ്റ് കൊണ്ട് ട്രീറ്റ് ചെയ്യും. പൗഡേർഡ് ആയിട്ടുള്ള ഓറിനെ സ്യൂട്ടബിൾ സോൾവെൻറ്റ് കൊണ്ട് ട്രീറ്റ് ചെയ്യും. പൗഡേർഡ് ഓറിനെ സ്യൂട്ടബിൾ ആയിട്ടുള്ള സോൾവെൻറ്റ് കൊണ്ട് ട്രീറ്റ് ചെയ്യും. പാർട്ടിക്കിൾസ് മാത്രം ഡിസോൾവ് ആവും. അതിൽ ഇമ്പ്യൂരിറ്റീസ് അൺഡിസോൾവ്ഡ് ആയിട്ടിരിക്കും. അതിനെ ഞാൻ ഫിൽട്രേഷൻ വഴി റിമൂവ് ചെയ്യും. ഓക്കെ, ഫിൽട്രേഷൻ വഴി റിമൂവ് ചെയ്യും. ഓറിനെ ഞാൻ ഇതിൽ നിന്ന് റിക്കവർ ചെയ്യും. അതിനെ പേഴ്സിപ്പിറ്റേറ്റ് ആക്കുകയും ചെയ്യും. ഓക്കെ, വേറൊന്നുമില്ല. 3 പാർട്ടെന്ന് പറഞ്ഞു. പൗഡേർഡ് ഓറിനെ ട്രീറ്റഡ് ഇൻ സ്യൂട്ടബിൾ സോൾവെൻറ്റ്, അതിൽ പാർട്ടിക്കിൾസ് മാത്രം ഡിസോൾവ് ആവും. ഇമ്പ്യൂരിറ്റീസ് അൺഡിസോൾവ്ഡ് ആയിട്ടിരിക്കും ആൻഡ് അതിനെ ഫിൽട്ടർ ചെയ്ത് കളയാം. അടുത്തത് ഓറിനെ റീഡിസ്കവർ ചെയ്യും, പേഴ്സിപ്പിറ്റേറ്റ് ആക്കും. ഓക്കെ, അടുത്തതാണ് എ ഫ്യൂ മെറ്റലർജിക്കൽ റിയാക്ഷൻ ആർ ഗിവൺ ബിലോ. ക്ലാസിഫൈ ദം ആസ് റോസ്റ്റിംഗ് ആൻഡ് കാൽസിനേഷൻ. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ കാൽസിനേഷൻ ആൻഡ് റോസ്റ്റിംഗ്. ആദ്യം കാൽസിനേഷൻ റോസ്റ്റിംഗ് എന്നു പറയാം. റോസ്റ്റിങ്ങിനകത്ത് ഹിയർ ദ ഓർ ഈസ് ഹീറ്റഡ് ഇൻ എ റെഗുലർ സപ്ലൈ ഓഫ് എയർ ബിലോ ദ മെൽറ്റിംഗ് പോയിൻ്റ് ഓഫ് ദ മെറ്റൽ. മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുമ്പോൾ ഉരുകിത്തുടങ്ങുന്നതിൻ്റെ ഒരു പോയിൻറ്റിൻ്റെ ഉരുകിത്തുടങ്ങുന്നത് 0 ഡിഗ്രിയിലാണെങ്കിൽ അതിന് തൊട്ട് താഴെ -1 ഡിഗ്രിയിൽ വെച്ച് എന്ത് ചെയ്യും, ഹീറ്റ് ചെയ്യും. കാൽസിനേഷൻ എന്ന് പറയുന്നത് ഹിയർ ദ ഓർ ഈസ് ഹീറ്റഡ് ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ. റോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇൻ ദ പ്രസൻസ് ഓഫ് എയർ. ദ ഓർ ഈസ് ഹീറ്റഡ് ഇൻ ദ പ്രസൻസ് ഓഫ് എയർ വിച്ച് ഇസ് just below the melting point. just ഇല്ല, ബിലോ ദ മെൽറ്റിംഗ് പോയിൻറ്റ്.
ഇനി കാൽസിനേഷൻ എന്ന് പറയുന്നത് ദ ഓർ ഈസ് ഹീറ്റഡ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ. റോസ്റ്റിങ്ങിന് അടുത്ത പോയിന്റ്, ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ ദ കൺവേർഷൻ ഓഫ് സൾഫൈഡ് ഓർ ടു ഓക്സൈഡ് ഓർ. സൾഫൈഡ് ഓറുകളെ ഓക്സൈഡ് ഓറുകളാക്കുന്ന കൺവേർഷനെയാണ് റോസ്റ്റിംഗ് എന്ന് പറയുന്നത്. സൾഫറിൽ പറഞ്ഞാൽ ഓക്സിജൻ ഉണ്ട്. അപ്പോൾ ഓക്സിജൻ റോസ്റ്റിങ്ങും ബന്ധമുണ്ട്. സൾഫൈഡ് ഓറുകളെ ഓക്സൈഡ് ഓറുകളാക്കുന്നതാണ് റോസ്റ്റിങ്. കാൽസിനേഷൻ എന്ന് പറയുന്നത് ഹൈഡ്രോക്സൈഡ് കാർബണേറ്റ് ഓർസിന് ഓക്സൈഡ് ഓർ ആക്കണതാണ്. ഇറ്റ്സ് യൂസ് ഫോർ ദ കൺവേർഷൻ ഓഫ് hydroxide and carbonate ore to oxide ore. Okay. Now അടുത്ത പോയിന്റ്, here the oxygen is used up in the reaction. Here oxygen is not used up. അതാണ് ഡിഫറൻസ്. അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് റോസ്റ്റിങ്ങിനകത്ത് in roasting the reaction takes place in the presence of oxygen, and in calcination the reaction takes place in the absence of an oxygen. അടുത്ത പോയിന്റ് ഓക്സിജനുമായിട്ട് ബന്ധപ്പെട്ട് പറയാം. The oxygen is used up and calcination the oxygen is not used up. റോസ്റ്റിങ്ങിനകത്ത് വേറൊരു പോയിന്റ്, ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ കൺവേർഷൻ ഓഫ് സൾഫൈഡ് ഓർ ടു ഓക്സൈഡ്സ്. ഇനി കാൽസിനേഷൻ ആണെങ്കിൽ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ കൺവേർഷൻ ഓഫ് ഹൈഡ്രോക്സൈഡ്സ് ആൻഡ് കാർബണേറ്റ് ഓർസ് ടു ഓക്സൈഡ് ഓർ. ഓക്കെ. ഇനി റോസ്റ്റിങ്ങിനകത്ത് ആദ്യം കിടക്കുന്നത് 2 PbS + 3 O2. ഓക്സിജൻ അവിടെ വന്നേ. ഓക്സിജൻ വരുന്ന റിയാക്ഷൻ ഏതൊക്കെയാണ്? 2 ZnS + 3 O2. അത് ഓക്സിജൻ വരുന്നുണ്ട് റിയാക്റ്റൻറ്റിൻ്റെ സൈഡിൽ. അപ്പോൾ അത് രണ്ടും എന്തായാലും റോസ്റ്റിംഗ് ആണ്. ഇനി ZnCO3യും Al2O3.XH2O അത് രണ്ടും കാൽസിനേഷനാണ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ. ഞാൻ ഓരോ ക്വസ്റ്റ്യൻ പറയുമ്പോഴും ഓരോ പാർട്ട് പറയുമ്പോഴും പോസ് ചെയ്തിട്ട് അത് എഴുതിയെടുക്കുക. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യനാണ്, ദ കോൺസെപ്റ്റ് ഓഫ് coupled reactions is used to explain reduction in metallurgy. അപ്പോൾ coupled reaction മെറ്റലർജിയിലെ റിഡക്ഷനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. എക്സ്പ്ലെയിൻ ദ എബവ് സ്റ്റേറ്റ്മെൻറ്റ്. എന്താണ് മെറ്റലർജിയിൽ റിഡക്ഷനെ സഹായിക്കുന്ന coupled reaction? If two reaction have different delta G values are coupled. delta G values രണ്ടിൻ്റെയും ഡിഫറൻ്റ് ആണെങ്കിൽ the net delta G of the reaction becomes negative. So the net delta G becomes 0. delta G net becomes 0 അല്ല കേട്ടോ, നെഗറ്റീവ് ആണ്. And so the overall reaction will occur. Overall reaction occur. അപ്പോൾ ഇത് എഴുതിയെടുക്കൂ. If two reactions are having different and ആദ്യമേ ഡിഫറെൻറ്റ് വേണം. if two reactions having different delta G value are coupled, the net delta G of the reaction becomes negative. അപ്പം ആദ്യം തന്നെ if two reactions having different delta G values, the net delta G becomes negative, so the overall reaction will occur. അടുത്തത്, in a blast furnace for manufacturing iron, most of the reduction is carried out by
cobalt rather than coke. How can you account for this? In the blast furnace for the manufacturing iron, most of the reduction is done by cobalt rather than cobalt allalo, carbon monoxide rather than coke. When carbon monoxide is used, the reduction can be possible at a relatively low temperature. This is because the interaction between FeO line and CO2 line in Ellingham diagram takes place at low temperature.